നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തദ്ദേശ വകുപ്പിന്റെ നിരവധി സേവനങ്ങൾ നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങാതെ വിരൽത്തുമ്പിൽ ലഭ്യമാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ സ്മാർട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തതിനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഈ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സേവനങ്ങൾ കൂടുതൽ സുതാര്യവും എത്രയും പെട്ടെന്നും ഈ ആപ്പിലൂടെ ലഭ്യമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ സേവനം ആദ്യം കോർപ്പറേഷനിലും നഗരസഭകളിലുമാണ് ലഭ്യമായി വരിക. ഏപ്രിൽ 1 മുതലാണ് മുഴുവൻ പഞ്ചായത്തുകളിലും കെ സ്മാർട്ട് ആപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഈ കെ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ അപേക്ഷകളും പരാതികളും ഒക്കെ ഓൺലൈനായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുവാനും അവയുടെയൊക്കെ സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ ഈ ആപ്ലിക്കേഷനിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, വ്യാപാര വ്യവസായ ലൈസൻസ്, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജന പരാതി പരിഹാരം, അങ്ങനെ ഉള്ള സേവനങ്ങളൊക്കെയാണ് ലഭ്യമാകുക. അതോടൊപ്പം തന്നെ വിദേശത്തുള്ള പ്രവാസികൾക്കും ഓൺലൈൻ സേവനങ്ങളൊക്കെ ലഭ്യമാകും. ഇപ്പോൾ സേവനങ്ങൾ വൈകുന്നുവെന്നും ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി മടുക്കുമെന്നുള്ള ആ സ്ഥിരം പരാതിക്ക് ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഒരു പരിഹാരമാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാമെന്നതിനെക്കുറിച്ച് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രയോജനകരമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ടോപ്പിക്. ഫ്രണ്ട്സ്, കെ സ്മാർട്ടിൻ്റെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്ക് വേണ്ടവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിച്ച് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അവിടെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ അക്കൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറാണ് അവിടെ യൂസർ നെയിമായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് OTPക്ക് വേണ്ടിയിട്ട് ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. നമുക്കവിടെ കാണാം സക്സസ്ഫുള്ളി സെൻഡ് OTP എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിൽ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ആ OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ വെരിഫിക്കേഷൻ സക്സസ് പറഞ്ഞ് കാണാം. അത് ഓപ്പണായി വരുന്നത് രജിസ്ട്രേഷൻ വിത്ത് ആധാർ എന്ന് പറഞ്ഞ ആ ഒരു പേജിലാണ്. അവിടെ നമ്മുടെ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ട്രൈ അനദർ വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണാം. അതായത് ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് പാൻ, അതുപോലെ വോട്ടർ ID പോലുള്ള അംഗീകൃത തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചും ഇതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ OTP നമ്മളിവിടെ OTP എന്ന് പറഞ്ഞ ആ ബോക്സിൽ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക. തുടർന്ന് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ആ പേജിലേക്കാണ് വരിക. അവിടെ ഫോൺ നമ്പറിൻ്റെ കോളത്തിൽ നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ OTP എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ആപ്പ് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. അവിടെ ടോപ്പിലൊരു പോപ്പപ്പ് മെസ്സേജ് കാണാം. സം ഓഫ് ദ സർവീസ് ആർ അവൈലബിൾ നൗ. അതിൻ്റെ ആപ്പ് ഫുൾ ഫങ്ഷൻ ആകുന്നത് January 5th ആപ്പ് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്ന് അപ്ഡേറ്റ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം ക്വിക്ക് പേയ്മെൻറ്റ്, ക്വിക്ക് സർട്ടിഫിക്കറ്റ്, മൈ ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം. നമ്മളൊന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവിടെ ഒന്നും ഇപ്പോൾ കാണിക്കത്തില്ല. തുടർന്ന് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അവിടെ ബർത്ത്, ഡെത്ത്, മാരേജ്, അങ്ങനെയുള്ള ഓപ്ഷൻസും പിന്നെ അവിടെ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ധാരാളം സർവീസ്, ബർത്ത് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, ബിൽഡിംഗ് പെർമിറ്റ്, പ്രോപ്പർട്ടി ടാക്സ്, ട്രേഡ് ലൈസൻസ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അവിടെയുള്ള ബാലൻസ് ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഹോം പേജിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അടുത്തത് ഓൾ സർവീസസ്. അവിടെ നമുക്ക് ക്വിക്ക് പേയ്മെൻറ്റ്, ക്വിക്ക് സർട്ടിഫിക്കറ്റ്, മൈ ആപ്ലിക്കേഷൻ, ബർത്ത്, ഡെത്ത്, മാരേജ്, അങ്ങനെയുള്ള ഓപ്ഷൻസുകളൊക്കെ നമുക്ക് കാണാം. അടുത്ത ഓപ്ഷനാണ് സെറ്റിങ്സ്. നമുക്കിപ്പോൾ ഈ ലാംഗ്വേജ് ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലാണ്. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് ലാംഗ്വേജ് ഉണ്ട്. അവിടെ ഇംഗ്ലീഷ് മാറ്റിയിട്ട് അവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. മലയാളം വേണ്ടവർക്ക് ഇങ്ങനെ അത് മലയാളം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്നുള്ളത് പ്രൊഫൈലാണ്.
പ്രൊഫൈലിൽ നമ്മുടെ ആധാറിലെ ഡീറ്റെയിൽസ് എല്ലാമാണ് അവിടെ കാണാൻ സാധിക്കുക. ഇനി ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ലൈൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ലോഗൗട്ട് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആപ്പിലൂടെ വിവിധ സേവനങ്ങൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നു വരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.